ശബരിമല ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. കട്ടിളപ്പാളി കേസിലെ അറസ്റ്റിന് പിന്നാലെയാണ് രണ്ടാമത്തെ അറസ്റ്റ്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, വിശദാംശം. ഷമി, തീർച്ചയായും ഈ ആദ്യ കേസിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് കട്ടിളപ്പടിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. രണ്ടാമത്തേത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ രണ്ട് കേസിലും ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും ഒടുവിലത്തെ വിവരം. അത് റിമാൻഡിലാണ് നിലവിൽ ഇപ്പോൾ തന്ത്രി ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണമോഷണ കേസിലെ 8ാം പ്രതിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗവുമായിട്ടുള്ള ശങ്കരദാസിന്റെ അറസ്റ്റ് ഇന്നലെ പൂർത്തിയാക്കി. അതിന്റെ റിമാൻഡ് നടപടികൾ കൂടി ഇന്ന് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും നിരന്തരമായി ആശുപത്രിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുതരമായ ഈ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ICUയിൽ കഴിയുന്ന സാഹചര്യമാണ് നിലവിൽ ശങ്കരദാസിന്റേതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് SIT അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നേരത്തെ കടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നലെ SIT അറസ്റ്റിലേക്ക് കടന്നു. അതിനുശേഷം ഇന്നിപ്പോൾ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് CS മോഹിത് നേരിട്ട് ആശുപത്രിയിൽ എത്തിയാണ് ഈ റിമാൻഡ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് നിലവിൽ ഇപ്പോൾ SP മെഡിഫോർട്ട് ആശുപത്രിയിലാണ് ശങ്കരദാസ് ഉള്ളത്. അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന ഒരു ആവശ്യം കൂടി നേരത്തെ വന്നിരുന്നു. അക്കാര്യത്തിൽ ഡോക്ടറുടെ തീരുമാനം അനുസരിച്ച് ഒരു നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏതായാലും 14 ദിവസത്തേക്ക് നിലവിൽ ഇപ്പോൾ ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ആശുപത്രിയിൽ തന്നെ തുടരാനാണ് സാധ്യത. ഇയാളുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ജയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആശുപത്രിയിൽ തന്നെ തുടരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഷമി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.